ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നും ഞാനൊരു സ്പെഷ്യൽ പായസ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആരും ചിന്തിക്കാത്ത ഒരു വെറൈറ്റി ഐറ്റം പായസമാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പായസം എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ലാത്ത രുചിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് അഭിപ്രായങ്ങളും പറയുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പം നമുക്ക് ആദ്യം 1 കപ്പ് പാല് ചൂടാക്കാൻ വയ്ക്കാം. ഇത് ചൗരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൗരിയുടെ കാര്യം കഴിഞ്ഞ പായസ എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. അപ്പോൾ ഞാനിത് കുതിർത്ത് വെച്ച ചൗരിയാണ്. നന്നായിട്ട് കഴുകി വേവിച്ചിട്ട് അതിനെ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ആ പാലിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലോട്ടും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അല്ലാതെ തന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അതുപോലെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തായാലും നിങ്ങൾ ഈ ചൗരിയുടെ കാര്യം മറന്നു പോകാതെ ചെയ്യുക. അടുത്ത് ഞാൻ മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട്. ഗീ ചേർത്ത് വേണം നമുക്കിതിൽ കോക്കനട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ കോക്കനട്ട് പായസമാണല്ലോ, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തേങ്ങ എടുക്കുക, പക്ഷേ അതിൻ്റെ ആ കറുത്ത പോർഷൻ വരാതെ ശ്രദ്ധിക്കുക. വൈറ്റ് പോർഷൻ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ നന്നായിട്ട് നമുക്കൊരു 2 മിനിറ്റോളം ഒന്ന് ഇളം ചൂടിലൊന്ന് വാട്ടിയെടുക്കുക. അല്ലാതെ അതിൻ്റെ കളറൊന്നും മാറിപ്പോരുത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യം, ഇതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. സാധാരണ ഞാൻ മിൽക്ക് മെയ്ഡ്, ചിലരിടത്ത് ഞാൻ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാരയും പാലും പറയും. പക്ഷേ ഈ പായസത്തിന് മിൽക്ക് മെയ്ഡ് എന്തായാലും വേണം കേട്ടോ. 1/2 ടിന്നോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ് ഇത്രത്തോളം വരുമോ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 8 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വേണം ഇതിൽ പാല് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്ന പായസമാണ്. അപ്പോൾ അതിന് ഞാൻ ആൽമണ്ട്സ്, പിസ്ത, കാഷ്യൂനട്ട്, റൈസിൻസ് എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ കാഷ്യൂനട്ടും റൈസിൻസും മാത്രം ചേർത്താലും മതി. ഈന്തപ്പഴവും ചേർക്കാം കേട്ടോ, ഈന്തപ്പഴം ചേർക്കാം. അപ്പോൾ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിലോട്ടൊന്ന് വെന്ത് വന്നിട്ട് ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1 ലിറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് സാഗോ സീഡ്സിൽ. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പോളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലൊന്ന് വരട്ടിയെടുക്കുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പാല് ചേർത്ത് ഇതിനെ വരട്ടിയെടുക്കുക. അതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന രുചിയല്ല കേട്ടോ, സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും ഞാൻ പാൽ വറ്റി വന്നപ്പോഴത്തേക്ക് വീണ്ടും 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഗ്രാജുവലായിട്ട് എല്ലാ പാലും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് മതിയാകും ഈ പ്രോസസ്സിന്. കൂടുതൽ നേരം ഒന്നും നമുക്ക് നിൽക്കേണ്ട. ഒരു പായസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാന്ന് പറയുമ്പോൾ റെഡിയാക്കി എടുക്കാവുന്നൊരു പായസമാണ്. ഇനി ഞാൻ സാഗോ സീഡ്സും പാലും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ പായസം ഇവിടെ റെഡിയായി. എനിക്ക് മിൽക്ക് മെയ്ഡിൻ്റെ മധുരം തന്നെ മതിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെയൊക്കെ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഗാർണിഷ് ചെയ്യാനായിട്ട് ബാക്കി മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ അങ്ങ് മെൽറ്റായിട്ട് നമുക്ക് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ മറ്റൊരു സീക്രട്ട് കൂടെ പറയാം ഫ്രണ്ട്സ്. ഈ പായസം 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. അപ്പോഴാണ് ശരിക്കും റിയലായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഇതെൻ്റെ ചേച്ചി പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും ബെസ്റ്റായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഓണക്കാലത്ത് നിങ്ങളും ഒരു വെറൈറ്റി പായസം ട്രൈ ചെയ്യൂ. അതുപോലെ എൻ്റെ പൈനാപ്പിൾ പായസം പലർക്കും ഇഷ്ടമായി. പലരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. വളരെ സന്തോഷം. അപ്പോൾ ഈ ഓണക്കാലം സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് ആഘോഷിക്കുമ്പോൾ ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ നല്ല നല്ല വീഡിയോസും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും നല്ലൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.